മാത്രം എങ്ങനെയാണാവോ? എന്താ സൽമാത്ത, ഞാൻ എന്നും നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കും. ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും? എന്താ പോളെ പാട്? അതൊന്നും പറയാണ്ടിരിക്കേണ്ട ദിലുവ നല്ലത്. ഓളെ സ്വഭാവത്തിൽ വല്ല മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വല്ല അത്ഭുതം സംഭവിക്കേണ്ടി വരും. അവിടെ ഇരുന്നടി. ആ അല്ലേന്നോ, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണോ? ഓളിഞ്ഞ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ പോലെ അവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ടാ? ഇമ്മാനെ വേജാറാക്കണ്ടല്ലോ ചിട്ടാ, ഞാൻ അവിടെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തത് മളെ. ഞാനും ഉമ്മയും കൂടി അന്ന് അവിടെ പോയപ്പോഴേ ഓളെ അവിടെ ഉള്ളവരോട് കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോ നിക്കെന്നെ പേടിയാവുക. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതെന്താ സൽമാത്ത, ഓളവിടെ എന്താ കാണിച്ച്? നമ്മളൊന്നും ചിന്തിക്കുന്നതും കാട്ടുന്നതും ഒന്നല്ല മളെ ആ കുട്ടിയുടെ ഉള്ളില്. എന്റെ പടച്ചോനെ, എന്തൊക്കെ ഈ കേക്ക്. സൽമാത്ത, ഇമ്മ, എന്തൊക്കെ സൽമോ ഞാൻ ഈ കേൾക്കണതൊക്കെ? ഇതൊക്കെ ഉള്ളത് തന്നെയാണാ? അത് പിന്നമ്മ, ഇരിക്കണ കൊമ്പ് മുറിക്കണ പണിയാണല്ലോ കുട്ടിയെ ആ ഒരുമ്പൊട്ടോള് കാട്ടിക്കൂട്ടിക്കണത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇജ് എന്ത് എന്നോടൊരു വാക്കും പറയാണ്ടിരുന്നത്? ഇതൊക്കെ അവിടെ നടന്നിട്ട് മുണ്ടാതണ്ട് പോരിയെ ഓളെ ചീറി അടക്കി ഒന്നണ്ട് കൊടുക്കാറുന്നില്ല എനിക്കോൾക്ക്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്നോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കണമ്മ. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നോടുള്ള ദേഷ്യം കൂടാന്നല്ലാതെ ഓളിൽ ഒരു മാറ്റം ഉണ്ടാക്കണില്ല. എന്നാലിത് ഓൾക്ക് എന്തിന്റെ കേട സൽമാത്ത? ഇതൊക്കെ നല്ല അടി കിട്ടാത്തതിന്റെ കേടന്നെയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ആ ഒരുമ്പട്ടോള് എന്തിനുള്ള പരിപാടിയാണ് അവിടെ നിൽക്കുമാണല്ലേ അറിയാ. ഇങ്ങനെയാണോ ഓളെ കയ്യിലിരിപ്പിച്ചാലേ അത് കാരണം ആ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഈ പടിക്ക് കയറാനാണ് ഓളെ വിചാരിച്ചാലേ ഈ പടി ഓള് ചവിട്ടൂല. ആ ചെലപ്പോ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ ഇനി അതും ഓർത്ത് വേജാറാവാൻ നിക്കണ്ട. എങ്ങനെ വേജാറാവാണ്ടിരിക്കാൻ എന്റെ സെൽമോ? തല തീർച്ച ഒന്നുണ്ടായ പോരെ? വയസ്സാം കാലത്ത് വാപ്പാരിമാരി സമാധാനം പോവാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വിളിക്കട്ടെ ഓൾക്ക്. അതിനെങ്ങനെ വിളിച്ചാ എന്റെ ഫോൺ എടുക്കുവോ? അതില്ലല്ലോ. ഉപദേശം ഇഷ്ടേ അല്ലല്ലോ ഓൾക്ക്. ഒക്കെ കാണാനും കേൾക്കാനും തന്നെ ഇക്കാരം ഈ വയസ്സാം കാലത്ത് ഇമ്മാന്റെ വിധി. പാവം, ഇനിയിപ്പൊ ഇത് ആലോചിച്ചിട്ട് എന്തൊക്കെ വരുത്തി കൂട്ടുകയാണാവോ? ഇങ്ങനെ ആലോചിക്കേണ്ടി സങ്കടപ്പെടേണ്ടി ഒന്നും ആവശ്യമില്ല. സൽമാത്ത ആയതുകൊണ്ടാ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിട്ട് പോകുന്നത്. ഞാനായിരുന്നെങ്കിലേ ഓളെ മോന്തടക്കി ഒന്നണ്ട് കൊടുത്തിട്ട് പോന്നേനെ.